ഒരു നിമിഷത്തേക്കുള്ള ദേഷ്യ പ്രകടനം ഒരുപക്ഷെ 1000 ദിവസം വരെ തുടർന്നു പോകുന്ന ഒരു വലിയ കുറ്റബോധത്തിലേക്ക് നമ്മെ നയിച്ചേക്കാം. ഒരു നിമിഷത്തിൽ വന്ന ഒരു പാളിച്ച, ഒരു ദേഷ്യത്തിന് വന്നു പോയ ഒരു കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തെ വരെ നശിപ്പിച്ചു കളയും. ദേഷ്യം. അതുകൊണ്ട് വളരെയധികം സൗമ്യതയുള്ളവരായി ഈ ഭൂമിയിൽ ജീവിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. കേൾക്കാൻ വേഗതയും പറയുവാൻ താമസവുമുള്ളവരായിരിക്കണമെന്ന ദേഷ്യങ്ങൾ ഉണ്ടാകുന്നത് വാക്കുകളിൽ നിന്നാണ്. നാം കേൾക്കുന്നതെല്ലാം അതൊന്ന് നമ്മൾ ശ്രദ്ധിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി പറയേണ്ട വാക്കുകൾ മാത്രം പറയുകയാണെങ്കിൽ ആർക്കും ഒരു ദോഷവും ഉണ്ടാകത്തില്ല. എന്നാൽ കേട്ടതിനെല്ലാം നാം മറുപടി പറഞ്ഞാൽ അതെല്ലാം അപകടമാകും. മറ്റുള്ളവർ നമ്മെ പ്രകോപിപ്പിക്കുന്ന വാക്കുകൾക്ക് അതേ അളവിൽ നാം മറുപടി കൊടുത്താൽ നാം അവരിൽ ഒരാൾ മാത്രമാണ്. എന്നാൽ അവർ പറഞ്ഞ വാക്കുകൾക്ക് യേശുവിനെ പോലെ പരിഹസിച്ചവരുടെ മുൻപിൽ, അപമാനിച്ചവരുടെ മുമ്പിൽ, തുപ്പിയവരുടെ മുൻപിൽ, വിസ്തരിച്ചവരുടെ മുൻപിൽ, രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ നിന്നു. അതിൻ്റെ അർത്ഥം ആ സമൂഹത്തിൽ ഏറ്റവും ശക്തൻ യേശുവായിരുന്നു. പ്രതികരിക്കാത്തവൻ, പാപത്തോട് അല്ലെങ്കിൽ അപമാനത്തിൻ്റെ സാഹചര്യങ്ങളോട് എല്ലാം വ്യക്തിപരമായ ജീവിതത്തിൽ തനിക്കെതിരെ വന്ന പാപ സാഹചര്യങ്ങളോടെല്ലാം യേശു പ്രതികരിച്ചു. എന്നാൽ തനിക്കെതിരെ വന്ന എല്ലാ വേദനാ സാഹചര്യങ്ങളിലും യേശു സൗമ്യനായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ സൗമ്യത എല്ലാവരും അറിയട്ടെ. എല്ലാവരും അറിയണം. ക്രിസ്തുയേശുവിൻ്റെ അതേ ഭാവം തന്നെ നിങ്ങൾക്കും ഉണ്ടാകണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ സൗമ്യത, നിങ്ങളുടെ ഭാവം യേശു ക്രിസ്തുവിൻ്റെ അതേ സ്റ്റൈലായിരിക്കണം. ക്രിസ്തുയേശുവിൻ്റെ അതേ രീതി നിങ്ങൾക്കുണ്ടാകണം. അവൻ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി. ദൈവം അവനെ മനുഷ്യനാക്കിയെന്നല്ല, താൻ തന്നെ മനുഷ്യനായി ദാസരൂപമെടുത്തു. ക്രൂശോളം അനുസരണമുള്ളവനായി. മുഴുവൻ യേശു ചെയ്തതാണ്. ഗബ്രിയേലിനെ വിട്ടത് യേശുവാണ്. മറിയയ്ക്ക് ക്ലാസ് കൊടുത്തത് യേശുവാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായ ഒരു വ്യക്തിയായി ഈ ഭൂമിയിൽ യേശു പിറന്നു വീണത് യേശു തന്നെയാണ് പ്ലാൻ ചെയ്തത്. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി എല്ലാം. അതുകൊണ്ട് യേശു പറഞ്ഞു, ജീവനെ കൊടുക്കുവാനും ജീവനെ തിരികെ പ്രാപിപ്പാനും ദൈവം എനിക്ക് അധികാരം തന്നിരിക്കുന്നു. എല്ലാമുണ്ട്. എത്ര ഭയങ്കരമാണ് യേശു കർത്താവിൻ്റെ ജീവിതം. ഇന്ന് ഭൂമിയിൽ പ്രചോദനം നൽകുന്ന ഒത്തിരി പേരുടെ പുസ്തകങ്ങളുണ്ട്. ബിസിനസ്സിൽ സമ്പന്നരായവരുടെ പുസ്തകങ്ങൾ, ഒത്തിരി മഹാന്മാരുടെ പുസ്തകങ്ങൾ. അവരുടെ പുസ്തകങ്ങളൊന്നും 365 പേജ് പോലുമല്ല. 3650-ലധികം പേജുകളുള്ള പുസ്തകങ്ങൾ വരെ മഹാന്മാരുടെ ഇത് വാങ്ങിക്കാൻ കിട്ടും. എന്നാലൊരു ചെറിയ പുസ്തകം, 66 ചെറിയ പുസ്തകങ്ങളുള്ള ഒരു പുസ്തകം, ബൈബിൾ, ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു, ഒരു ജയാളിയെക്കുറിച്ച് പറയുന്നു. ഈ പുസ്തകത്തിലെല്ലാം ഉണ്ട്. യേശുവിൻ്റെ അതേ ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലോക ജീവിതം സക്സസ് ആയിരിക്കുമെന്ന്. വിജയത്തിന് വേണ്ടി ആരെ നോക്കണം? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കണം. അതിനുള്ള കൃപ ഇന്ന് ഈ ശനിയാഴ്ച രാവിലെ നിങ്ങൾക്കും എനിക്കും ഉണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം.
उसने किया खाली अपने आप को, जोड़ी सारी महिमा। होकर खुदा किए शून्य अपने आप को, बना मनुष्य समान, बन गया दास समान। मृत्यु सही, हाँ मृत्यु क्रूस की, और हुआ सबसे महान। तू राज करे, तू राज करे, तू राज करे सारी दुनिया पे। घुटने टिके, सारे घुटने टिके, घुटने टिके यीशु नाम के लिए। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे। घुटने टिके, सारे घुटने टिके, घुटने टिके यीशु नाम के लिए। आसमानों में है स्थिर तेरा सिंहासन, पराक्रमी खुदा। महिमा से अब फैले तेरा शासन, कदमों पे सारा जहान। सजदे में हर इंसान, वध जो हुआ निर्दोष में मना। तेरा है सारा अधिकार। तू राज करे, तू राज करे, तू राज करे सारी दुनिया पे। घुटने टिके, सारे घुटने टिके, घुटने टिके यीशु नाम के लिए। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे। घुटने टिके, सारे घुटने टिके, घुटने टिके यीशु नाम के लिए। कल आज और सर्वदा यीशु तू ही है खुदा। कल आज और सर्वदा यीशु तू ही है खुदा। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे। घुटने टिके, सारे घुटने टिके, घुटने टिके यीशु नाम के लिए। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे। घुटने टिके, सारे घुटने टिके, घुटने टिके यीशु नाम के लिए। ഇന്ന് നമ്മൾ യോഹന്നാൻ 19 അധ്യായത്തിൻ്റെ
15 മുതൽ ഞാൻ വായിക്കാം. അവരോ കൊന്നുകളക കൊന്നുകളക, അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ചു. നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചതിന് അതിന് മഹാപുരോഹിതന്മാർ, ഞങ്ങൾക്ക് കൈസർ അല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ അവൻ അവനെ ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്തു. അവർ യേശുവിനെ കയ്യേറ്റു. അവൻ താൻ തന്നെ കുരിശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. ആ മലയെ തലയോടിടം എന്ന് വിളിക്കും. ഗോൽഗോഥ മലയിലെ തലയോടിടം, ആ കുന്നിൻ്റെ മുകൾ. കാരണം ദൂരെ നിന്ന് നോക്കിയാൽ ഒരു തലയോട്ടിയുടെ രൂപം പോലെ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ആ സ്ഥലം പോയി കണ്ടിട്ടുണ്ട്. ദൂരെ നിന്ന് നോക്കിയാൽ ഒരു തലയോട്ടിയുടെ രൂപം പോലെ തോന്നും ആ മലയിൽ. അവിടേക്ക് യേശു താൻ തന്നെ കുരിശു ചുമന്നുകൊണ്ട്, താൻ ചുമക്കുന്നത് നമ്മുടെ ഭാരങ്ങളാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, നിങ്ങളുടെ ഭാരം എൻ്റെ അടുത്തതാ. അങ്ങനെ മാനവജാതിയുടെ മുഴുവനും ഭാരവും യേശു അന്ന് ചുമന്നു. യേശുവിൻ്റെ കയ്യിൽ കൊടുത്തവരുടെ ഭാരമല്ല ചുമന്നത്, ജനിച്ചവരുടെയും ജനിക്കാനുള്ളവരുടെയും സകലരുടെയും പാപം, എല്ലാ മാനവജാതിയുടെയും മുഴുവൻ പാപവും അവൻ്റെ മേലാക്കി. സകല ശാപവും യേശു ചുമന്നു. അതുകൊണ്ട് താൻ തന്നെ കുരിശിനെ ചുമന്നുകൊണ്ട് ഗോൽഗോഥ തലയോടിടം എന്ന് പറയുന്ന കുന്നിൻ മുകളിലേക്ക് കടന്നുപോയി. 18 അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും, ഒരുത്തനെ ഇപ്പുറത്തും ഒരുത്തനെ അപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. ഇത് ഏറ്റവും വലിയ ഒരു നിന്ദയാണ്. 2 കള്ളന്മാരെ യേശുവിൻ്റെ ഇടത്തും വലത്തും ക്രൂശിച്ചു. അതായത് നടുക്ക് കിടക്കുന്നവൻ കള്ളന്മാരുടെ ലീഡർ, കള്ളത്തരം പറഞ്ഞ് ആൾക്കാരെ കളിപ്പിച്ചവൻ എന്നുള്ള ഒരവഖ്യാതി ഉണ്ടാക്കാൻ യേശുവിനെ എങ്ങനെയെല്ലാം ആക്ഷേപിക്കാമോ അങ്ങനെയെല്ലാം അവർ ആക്ഷേപിച്ചു. എന്നാൽ യേശുവിനെ മനസ്സിലാക്കിയവർ, അവൻ്റെ ഇടത്തും വലത്തും ഒക്കെ ഇരിക്കാൻ വരം ചോദിച്ചവർ ഉണ്ട്. യോഹന്നാനും യാക്കോബും വീട്ടിൽ പോയി അമ്മയെ വിളിച്ചുകൊണ്ടുവന്ന ചരിത്രം നമുക്കറിയാം. അമ്മയെ എന്താ വേണ്ടതെന്ന് യേശു ചോദിച്ചപ്പോൾ, നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ ഇടത്തും ഒരുത്തൻ വലത്തും ഇരിക്കാൻ വരം കൊടുക്കണം. യേശു അതങ്ങനെ ഇല്ലെന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുമോ? അവർ പറഞ്ഞു, ഞങ്ങൾ കുടിക്കും. എന്ത് ത്യാഗവും, മരണത്തിനപ്പുറത്തുള്ള നേട്ടങ്ങൾക്കായി ഈ ഭൂമിയിൽ എന്ത് സഹിക്കാൻ തയ്യാറാണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ യേശു പറഞ്ഞു, ശരിയാ, നിങ്ങളത് കുടിക്കും. എന്നാൽ എൻ്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഏതായാലും 2 പേരെ അപ്പുറത്തും ഇപ്പുറത്തും 2 പേർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി. ഒരുവൻ യേശുവിനെ സ്വീകരിച്ചതായും മറ്റവൻ യേശുവിനെ നിന്ദിച്ചതായും അവിടെ ചരിത്രമുണ്ട്. അടുത്ത വാക്യം, പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിച്ചു. അതിൽ നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി. ഇവൻ ചതിയനാണ്, അങ്ങനെ പറഞ്ഞു. കുറ്റസംഗതി സാധാരണ എഴുതി വെക്കണം കുരിശിൽ. അതിലെ പോകുന്നവർ കാണുമ്പോൾ ഇവൻ മോഷണ കേസിൽ പിടികൂടിയവനാണ്, ഒരാളെ കൊന്നവനാണ്, അതിൻ്റെ മുകളിൽ എഴുതി വെക്കണം. ഇപ്പുറത്തും അവൻ്റെയും അപ്പുറത്തും അവൻ്റെയും തലയുടെ മുകളിൽ പലതും എഴുതിയിട്ടുണ്ട്. അത് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. ചിലപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന കള്ളൻ്റെ മുകളിൽ 5 പേരെ കൊന്നവൻ, ഇപ്പുറത്തെ വ്യക്തിയാണെങ്കിൽ അനേകരെ കൊന്നവൻ, ജയിലിൽ ചാടിയവൻ,
ഭരണാധികാരികളെ ആക്രമിച്ചവൻ, തീവ്രവാദി എന്നൊക്കെ എഴുതി വെച്ച് കാണും. ഇവരെല്ലാം ഭയങ്കര ഭീകരന്മാരായിരുന്നു. ഭീകരന്മാർക്കാണ് ക്രൂശ് മരണം. അപ്പൊ അങ്ങനെയുള്ള മേലെഴുത്തുകളുടെ ഇടയിൽ കുറ്റസംഗതികൾ എഴുതി വെക്കുന്ന ആ ഭാഗത്ത് തലയ്ക്ക് മുകളിൽ ഇതാ ഒരു കുറ്റസംഗതി എഴുതി വച്ചിരിക്കുന്നു: നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ്. എഴുതി വച്ചിരിക്കുകയാണ്. കുറ്റം അതാണ്, അവൻ യഹൂദന്മാരുടെ രാജാവ്. അതിൻ്റെ അർത്ഥം ഒരുവൻ രാജാവായിട്ട് വന്നിട്ടും അവനെ രാജാവായി ആരും സ്വീകരിക്കുന്നില്ല. ഒരുവൻ രാജാവായി ജനിച്ചിട്ടും രാജാവായി ജീവിച്ചിട്ടും രാജാവായി മരിച്ചിട്ടും മരിക്കുമ്പോഴും അവനെ ആരും കൈക്കൊള്ളുന്നില്ല. രാജാവായി ജനിച്ചു, രാജാവായി ജീവിച്ചു. 5 അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ യേശുവിനെ രാജാവാക്കാൻ അവർ ഒരുമിച്ച് കൂടി. യേശു അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി. ജനനം രാജാവ്, ജീവിതം രാജാവ്, ഇതാ മരണം രാജാവ്. നാം സ്വീകരിച്ച യേശു രാജാവാണ്. എത്ര വലിയ പദവിയാണ്! നമുക്ക് വേണ്ടി ജീവൻ തന്നത് രാജാവാണ്. അതുകൊണ്ട് യേശുവിൽ ജീവിക്കുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന ജീവൻ തന്നെ യേശുവിൻ്റെ ജീവനാണ്. രാജകീയമായ ജീവൻ. നമ്മുടെ ചിന്താഗതി രാജകീയമാണ്. നമ്മുടെ വാക്കുകൾ രാജകീയമായിരിക്കും. നമ്മുടെ എല്ലാ ജീവിത ശൈലിയും രാജകീയമായി മാറും. കാരണം ഇപ്പോൾ ജീവിക്കുന്നത് ഞാനല്ലല്ലോ, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ഒരിക്കൽ നെഗറ്റീവ് മാത്രം പറഞ്ഞ് ജീവിക്കേണ്ട, മരിച്ചാൽ മതി, എൻ്റെ വിധിയായിപ്പോയി, ഇങ്ങനൊരു വീട്ടിൽ ഞാൻ ജനിച്ചല്ലോ, ഇങ്ങനൊരു നാട്ടിൽ ഞാൻ ജനിക്കേണ്ടി വന്നല്ലോ, എനിക്ക് വേണ്ട രീതിയിൽ വിദ്യാഭ്യാസം ഇല്ലാതെ പോയല്ലോ, ഞാനൊരു വൻ പരാജയമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നടന്ന അതേ വ്യക്തി തന്നെ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പറയുകയാണ്: ഞാൻ ദൈവ പൈതലാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ഭൂമിയുടെ ഉപ്പാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും, എനിക്കൊരു കാര്യവും അസാധ്യമല്ല, എൻ്റെ ദൈവം ജീവിക്കുന്നു, ഞാൻ പറയുന്നത് പോലെ സംഭവിക്കും. വാക്കുകളെല്ലാം മാറിപ്പോയി. ജീവിതം മുഴുവനും അയ്യോ എന്ന് വിളിച്ച് നടന്നവർ ഇപ്പോൾ ജീവിതം മുഴുവനും ഹല്ലേലൂയ എന്ന് വിളിച്ച് നടക്കുന്നു. അയ്യോ എന്ന ഭയത്തിൻ്റെ വാക്ക് ഇല്ലാതെയായി. മരിച്ചാ മതി എന്ന് പറഞ്ഞവർ അനേകരെ ജീവിപ്പിക്കുന്നവരായി മാറി. ഒത്തിരി പേരെ കൊല്ലണമെന്ന് പറഞ്ഞ് നടന്നവർ ഒത്തിരി പേരെ ദൈവത്തിനു വേണ്ടി ജീവനുള്ളവരാക്കി മാറ്റി. ആള് അടിമുടി മാറി. കാരണം രാജാവിനെ സ്വീകരിച്ചതാണ്. പീലാത്തോസ് കുറ്റസംഗതി എഴുതി വെച്ചു. ഇവൻ ദൈവപുത്രനെന്ന് ഇവനെ കുറിച്ച് തന്നെ പറഞ്ഞു എന്നൊന്നും എഴുതിയില്ല. ഇവൻ രാജാവാണ്, ഞാനത് കണ്ടതാണ്, ഞാനവനെ വിസ്തരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി രാജാവിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും മഹാനായ രാജാവ് ഇവനാണ്. ഇതുപോലൊരു രാജാവിനെ ഞാൻ കണ്ടിട്ടില്ല. കൈസറെ പോലും ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ രാജാവ് എന്നാണ് പീലാത്തോസിന് പറയാനുള്ളത്. പീലാത്തോസിന് അദ്ദേഹം മനസ്സിലാക്കിയ ആ വിലയേറിയ കാര്യം പോലെ വേറെ ആരും ആ സമയത്ത് അവിടെ നിന്നവരിൽ മനസ്സിലാക്കിയില്ല. വാസ്തവത്തിൽ മഹാപുരോഹിതനാണ് അത് ചെയ്യേണ്ടത്. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് മനുഷ്യരെ കാണിച്ചിട്ട് യാഗം പൂർത്തിയായെന്ന് വിളിച്ചു പറയേണ്ട മനുഷ്യൻ, നിവർത്തിയായെന്ന് വിളിച്ചു പറയേണ്ട മനുഷ്യൻ ആ കാലത്തെ മഹാപുരോഹിതനായിരുന്നു. അതായത് ആ ദേവാലയത്തിൽ പാപം ചെയ്ത മനുഷ്യർ വരുമ്പോൾ അവർക്ക് പകരം ഒരു ആടിനെ അവർക്ക് വേണ്ടി കൈവച്ച് അവരുടെ കൈയും ആ ആടിൻ്റെ ദേഹത്ത് വെച്ച്, ഈ ആടിൻ്റെ ദേഹത്ത് പുരോഹിതനും കൈവച്ച് ഈ വ്യക്തിക്ക് വേണ്ടി ഈ ആട് അറുക്കപ്പെടുന്നു എന്ന് പറയുന്ന വ്യക്തി, നിവർത്തിയായി എന്ന് പറയേണ്ട വ്യക്തി
ഇതാ യേശുവിനെ ക്രൂശിക്കാൻ മുൻപനായി നിൽക്കുന്നു. വാസ്തവത്തിൽ ഇതെല്ലാം ഒരു പ്രവചന നിവൃത്തിയാണ്. എന്നാൽ ആ മഹാപുരോഹിതൻ യേശുവേ എന്ന് നിലവിളിച്ചില്ല. നീ രാജാവാണെന്ന് ഏറ്റു പറഞ്ഞില്ല. നീ മശിഹയാണെന്ന് പറഞ്ഞില്ല. ഇതാ പീലാത്തോസ് എഴുതി വെക്കുന്നു, ഇവൻ രാജാവാണ്, ഇവൻ യഹൂദന്മാരുടെ രാജാവാണ്. താഴോട്ട് വായിക്കുമ്പോൾ യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. എല്ലാ ഭാഷ, 3 പ്രധാന ഭാഷകളിൽ അവിടെ എഴുതിയിരുന്നു. എല്ലാവരും അറിയണം. പീലാത്തോസിന് നിർബന്ധമാണിത്. എല്ലാവരും അറിയണം ഇവൻ രാജാവാണ്. ഇവന്റെ ജീവിതം തന്നെ രാജകീയമായിരുന്നു. എല്ലാവരും അറിയണം. അവൻ രാജാവായി ജനിച്ച് ജീവിച്ച് രാജാവായി മരിക്കുന്നു. ഇവൻ രാജാവാണ്. എല്ലാ ഭാഷകളിലേക്കും. ആകയാൽ യഹൂദന്മാരുടെ പുരോഹിതന്മാർ പീലാത്തോസിനോട്, യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടത്. കുറ്റസംഗതി. അതിന് പീലാത്തോസ് ഞാൻ എഴുതിയെന്ന് പറഞ്ഞു. അത് മാറ്റി എഴുതിപ്പിക്കാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല. ഞങ്ങൾ കൈസറോട് പോയി കംപ്ലൈന്റ് ചെയ്യും എന്നൊന്നും പറഞ്ഞില്ല. അവർ പേടിച്ചു പോയി. കാരണം പീലാത്തോസ് ഇത്തിരി കട്ടി കൂടിയ ആളാണ്. അധികം സംസാരിക്കാനൊന്നും അധികം പറ്റത്തില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി, എനിക്ക് മനസ്സിലായത് എഴുതി. നിങ്ങൾ പറഞ്ഞത് എഴുതാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. എനിക്കെന്ത് മനസ്സിലായോ അത് ഞാൻ എഴുതി. ഞാൻ എഴുതിയത് എഴുതി, മാറ്റമില്ല. യഹൂദന്മാരുടെ രാജാവ്, നസ്രയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ആരായിരുന്നു എന്നുള്ള വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ ജീവിതത്തിൽ കിട്ടുകയാണ്. യേശു രാജാവാണെന്ന് മനസ്സിലാക്കിയാൽ നിന്റെ ജീവിതം രാജകീയമാകും. യേശു ഒരു ദരിദ്രനാണെന്നാണ് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതവും ദാരിദ്ര്യമാണ്. യേശു ചതിയൻ, ഒരു പാപി എന്നാണ് മനസ്സിലാക്കിയതോ നമ്മുടെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല. എന്നാൽ യേശു രാജാവാണ്. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? ബലവാനും യുദ്ധവീരനുമായി യഹോവ തന്നെ 2 പ്രാവശ്യം അങ്ങനെ എഴുതിയിട്ടുണ്ട്. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മനുഷ്യരെ കുറിച്ചാണ്. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. സങ്കീർത്തനങ്ങളിൽ എഴുതിയിരിക്കുന്നു. യുദ്ധവീരനായ ബലവാനായ രാജാവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മെ തോൽപ്പിക്കാൻ, നമ്മെ തകർക്കാൻ പാതാള ഗോപുരത്തിന് കഴിയില്ല. യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തി എത്ര വിലപ്പെട്ട വ്യക്തിയാണ്. നിങ്ങളിന്ന് കേസിലാണോ? നിങ്ങൾ കടക്കണിയിലാണോ? നിങ്ങളുടെ പണം ആരെങ്കിലും ചതിച്ചു കൊണ്ടുപോയോ? നിങ്ങളെ ചെറുപ്പം മുതലേ പലരും അബ്യൂസ് ചെയ്തു. ഇതൊന്നൊരു വിഷയമല്ല. യേശുവിനെ സ്വീകരിക്കുന്നതോടെ നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഇത് എൻ്റെ ചരിത്രമാണ്, ഇത് അനേകരുടെ ചരിത്രമാണ്. യേശുവിനെ സ്വീകരിക്കുക, യേശുവിലേക്ക് വാ. നിങ്ങളുടെ ജീവിതം രാജകീയമായിരിക്കും. മാറ്റി എഴുതാൻ പീലാത്തോസിന് കഴിയുന്നില്ല. ഇതുപോലെ യേശു എന്ന രാജാവിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ഒരിക്കലും കഴിയില്ല. ഞങ്ങൾ സ്വീകരിച്ചത് സ്വീകരിച്ചിരിക്കുന്നു. നീ എന്തിനാണ് യേശുവിനെ സ്വീകരിച്ചത്? നീ തിരിച്ചു വാ. നീ ആ പ്രാർത്ഥനയ്ക്ക് പോകരുത്. പറയണം, ഞാൻ പറഞ്ഞത് പറഞ്ഞു. യേശു രാജാവാണ്, യേശു കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ്, യേശു മഹത്വത്തിൻ്റെ രാജാവാണ്, യേശു എൻ്റെ ഉള്ളിലേക്കാണ് വന്നത്. ഞാൻ സ്വീകരിച്ചത് സ്വീകരിച്ചിരിക്കുന്നു. അതിന് മാറ്റമില്ല. ഞാൻ എഴുതിയത് എഴുതി, ഞാൻ പറഞ്ഞത് പറഞ്ഞു. ഞാൻ എടുത്ത തീരുമാനമാണ്. തല പോയാലും ഈ തീരുമാനത്തിൽ നിന്ന് എന്നെ മാറ്റാൻ, എന്നെ മറിച്ചു കളയാൻ, എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ
എന്നെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ ആർക്കും സാധ്യമല്ല. ഞാൻ പറഞ്ഞത് പറഞ്ഞു, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിലുള്ള ഒരു രാജകീയ ജീവിതം നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ ദൈവവചനം കേട്ട എല്ലാവർക്കും ഒരു സ്വർഗീയ തൻ്റെടം കൊടുക്കണമേ. സ്വീകരിച്ച കർത്താവിനെ, അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ മാത്രം ശ്രദ്ധിച്ച് നോക്കി, യേശുവിൽ അടിയുറച്ച് വിശ്വസിച്ച് എല്ലാ വെല്ലുവിളികളെ നേരിടുവാനുള്ള പ്രാപ്തി ഇത് കേൾക്കുന്നവർക്കുണ്ടാകട്ടെ. യേശുവിൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യത്തെ ഞങ്ങൾ സ്വീകരിക്കും. ഇത് കേൾക്കുന്ന രോഗികളെല്ലാം യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യമാകണം. സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന്, അവൻ്റെ ദാരിദ്ര്യത്താൽ ഞങ്ങൾ സമ്പന്നരാകേണ്ടതിന് യേശു ദരിദ്രനായി തീർന്നതുകൊണ്ട് യേശുവിലുള്ള വിശ്വാസം ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ വലിയ പുരോഗതി ഉണ്ടാകും. ഞങ്ങളത് വിശ്വസിക്കുന്നു. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കാനുള്ള ശേഷി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വീകരിക്കും. കുടുംബ പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. കുഞ്ഞുങ്ങളുടെ ഭാവി അത്ഭുതമാകട്ടെ. വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങളെല്ലാം ശരിയായ വഴിയിലേക്ക് യേശുവേ എന്ന് വിളിച്ച് മടങ്ങി വരട്ടെ. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൽ അടിയുറച്ച് നമുക്ക് വിശ്വസിക്കാം. നമ്മൾ പറഞ്ഞത് പറഞ്ഞു, നമ്മൾ എടുത്ത തീരുമാനം എടുത്തതാണ്. ആർക്കും മാറ്റാൻ കഴിയില്ല. മറി എടുത്തതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ. ജോസഫ് ഉപേക്ഷിച്ചാലൊന്നും മറിയക്ക് വിഷയമല്ല. എന്നാൽ ദൂതൻ വന്ന് ഇടപെട്ടു. അത് ദൈവത്തിൻ്റെ പരിപാടിയാണ്. മറിയ അവളെ ഉപേക്ഷിച്ചു പോകരുത്. നീ കർത്താവിന് വേണ്ടി നിന്നാൽ ദൂതന്മാർ ഇറങ്ങി വന്ന് മറ്റുള്ളവരോട് ഇടപെടും. നിന്നോട് കളിക്കരുത്. നിന്നോട് അകലാൻ ആരെ അനുവദിക്കില്ല. നിന്റെ നന്മ തടയാൻ ആരെ അനുവദിക്കില്ല. കർത്താവിൽ വിശ്വസിക്കാം. നാളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗമുണ്ട്. രാവിലെ 8 മണിക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുള്ള ആ സഭായോഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. തിങ്കളാഴ്ച മുതൽ ജീസസ് എവരിഡേ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.